നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മുടികൊഴിച്ചലിനെ കുറിച്ചാണ്. പലപ്പോഴും ക്ലിനിക്കൽ പേഷ്യൻസ് വരുമ്പോൾ മുടികൊഴിച്ചലിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരാറ്. ആദ്യമായി നിങ്ങൾ അറിയേണ്ടത്, ഓരോരുത്തരുടെ മുടികൊഴിച്ചലിനും അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. എല്ലാവരുടെ മുടികൊഴിച്ചലിൻ്റെ കാരണങ്ങളും ഒന്നാകണമെന്നില്ല. മുടികൊഴിച്ചലിനെയല്ല നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ മുടികൊഴിച്ചിലുണ്ടാക്കുന്ന കാരണത്തെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓരോരുത്തരെ അനുസരിച്ചും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാരണത്തെ തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മുടി കൊഴിയുക എന്നത് പലർക്കും അനുഭവപ്പെടുന്ന ഒരു സാധാരണ പ്രശ്നമാണ്. ഇത് ചെറിയ തോതിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അധികമായി മുടി കൊഴിയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് മുടികൊഴിച്ചൽ? മുടി സ്വാഭാവിക വളർച്ചാ ചക്രത്തിൻ്റെ ഭാഗമായി ദിവസവും 50 മുതൽ 100 വരെ മുടികൾ കൊഴിയുന്നത് സാധാരണമാണ്. എന്നാൽ ഇതിലധികം മുടി വീഴുകയോ പുതിയ മുടി വരാതിരിക്കുകയോ ചെയ്താൽ അത് മുടികൊഴിച്ചിലായി കണക്കാക്കാം. മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങൾ ഹോർമോൺ മാറ്റങ്ങളാണ്. സ്ത്രീകളിൽ പ്രസവത്തിന് ശേഷം, ആർത്തവ വിരാമകാലത്ത് അല്ലെങ്കിൽ പുരുഷന്മാരിൽ ആൻഡ്രോജൻ ഹോർമോണിൻ്റെ മാറ്റം മൂലം മുടി കൊഴിയാം. പോഷകാഹാരക്കുറവ്, പ്രോട്ടീൻ, ഇരുമ്പ്, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി എന്നിവയുടെ കുറവ് മുടി ബലഹീനമാക്കുന്നു. സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം മുടി വളർച്ചാ ചക്രത്തെ ബാധിച്ച് മുടി വീഴ്ച വർദ്ധിപ്പിക്കും. തൈറോയിഡ് പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ അസന്തുലിതാവസ്ഥ മുടി കൊഴിയാൻ വളരെയധികം കാരണമാകാറുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് തലയിലെ ചർമ്മത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. ഡാൻഡ്രഫ്, ഫംഗൽ ഇൻഫെക്ഷൻ എന്നിവയും മുടി കൊഴിയാൻ കാരണമാകും. രാസവസ്തുക്കളുടെ ഉപയോഗം, അതായത് ഹെയർ ഡൈ, ഷാംപൂ, സ്റ്റൈലിംഗ് പ്രൊഡക്റ്റ് എന്നിവയും അധിക ഉപയോഗം മുടി കൊഴിയാൻ കാരണമാകും. അതുപോലെ തന്നെ റെക്കറൻ്റായിട്ട് മുടി സ്ട്രൈറ്റൻ ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് മുടിയിലൂടെ കടത്തി വിടുക, ഇതെല്ലാം മുടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫലമായി തീർച്ചയായും മുടികൊഴിച്ചിലുണ്ടാവും. മുടികൊഴിച്ചിലിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒരു ദിവസം 50 മുതൽ 100-ൽ കൂടുതൽ മുടികൾ കൊഴിയുക, തലയിണയിൽ കുളിക്കുമ്പോൾ നിങ്ങൾ മുടി കെട്ടുന്ന സമയത്തെല്ലാം റൂട്ടോടുകൂടി തന്നെ മുടി വരുന്നു എന്ന് മനസ്സിലാക്കുക. ഒരുപാട് മുടി ചെറുതാക്കുക, മുടിയുടെ തിക്നെസ് കുറയുക, തലയിൽ പാളികൾ കാണപ്പെടുക, അതായത് വട്ടത്തിൽ മുടി പോകുന്നൊരവസ്ഥ. അത് മുടികൊഴിച്ചിലിൻ്റെ വേറൊരു രീതിയാണ്. വേറൊരു ടൈപ്പ് തന്നെയാണ്. അലോപീഷ്യ എന്ന് പറയും. വട്ടത്തിൽ നിങ്ങൾക്ക് മുടി പോകുന്നത് അതൊരു അസുഖം തന്നെയാണ്. അങ്ങനെ വട്ടത്തിലൊരു സ്മൂത്തായ ഒരു ഏരിയ നിങ്ങളുടെ തലയോട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒട്ടും വെച്ചുകൊണ്ട് നിൽക്കാതെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിന് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകളും ലഭ്യമാണ്. ഈ പറഞ്ഞ അലോപീഷ്യയ്ക്ക് പല ടൈപ്പുകളുണ്ട്. ആൻഡ്രോജനിക് അലോപീഷ്യ, ടെലോജൻ എഫ്ലുവിനം, അലോപീഷ്യ ഏരിയേറ്റ എന്നിവയാണ്. ആൻഡ്രോജനിക് അലോപീഷ്യ എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും സാധാരണയായി കണ്ടുവരുന്ന നമ്മുടെ മുടി കൊഴിച്ചിലാണ്. ടെലോജൻ എഫ്ലുവിനം എന്ന് പറയുന്നത് സ്ട്രെസ്സ് അല്ലെങ്കിൽ രോഗം മൂലം അപ്രതീക്ഷിതമായ മുടി കൊഴിയുന്ന. അലോപീഷ്യ ഏരിയാറ്റ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധന വ്യവസ്ഥയെ തന്നെ അല്ലെങ്കിൽ മുടിയെ ആക്രമിക്കുന്ന ഒരവസ്ഥ. ഇതാണ് അലോപീഷ്യ ഏരിയേറ്റ. ഇത് നിങ്ങൾ അലോപീഷ്യ ഏരിയേറ്റ ആണെങ്കിൽ നിങ്ങളത് മുടികൊഴിച്ചിലാണോ എന്ന് സംശയിച്ച് നിൽക്കേണ്ട ആവശ്യം വരില്ല. വട്ടത്തിലായിട്ട് തലയോട്ടിയിൽ നിന്ന് മുടി പോകുന്നുണ്ടാവും, ചിലർക്ക് താടിയിൽ നിന്ന് പോകുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ മുടി കൊഴിയാനുള്ള വേറെ ഒരു കാരണം എന്ന് പറയുന്നത് അമിതമായിട്ട് ഡാൻഡ്രഫ് ഉണ്ടാവുക, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ്. വൈറ്റമിൻ ഡിയുടെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അമിതമായിട്ടുള്ള ശരീരവേദന, ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ പരിഹാരം എന്തൊക്കെയാണ്? സമതുലിതമായ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുക. സമ്മർദ്ദം മാക്സിമം കുറയ്ക്കുക, യോഗ, പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് എന്നിവ ജീവിതത്തിൽ കൊണ്ടുവരിക. കൃത്യമായി നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തലയോട്ടി നല്ല വൃത്തിയോടും ശുചിയായും സൂക്ഷിക്കുക. നിങ്ങളുടെ സ്കാൽപ്പിന് സ്യൂട്ടാവുന്ന തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു എണ്ണ, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നിങ്ങളുടെ തലയോട്ടിക്ക് സൂട്ടാവുന്ന രീതിയിലുള്ളൊരു എണ്ണ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെ പോയി കാണുക. നല്ല ഹോമിയോപ്പതി എണ്ണകളുണ്ട്. അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എണ്ണകളുണ്ട്. മുടിക്ക് കുറച്ചുകൂടെ ഉള്ളും കറുപ്പ് നിറവും കൂടാൻ സഹായിക്കും. പക്ഷേ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് പുറകിലൊരു വാലിഡായിട്ടുള്ള കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറും എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ മുടി കൊഴിച്ചിൽ കുറഞ്ഞു കിട്ടില്ല. അതിന് പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻസ് എടുത്തതിന് ശേഷം
ഒരു ഹെയർ മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ റുട്ടീൻ പോലെ നിങ്ങൾക്ക് ഈ എണ്ണകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളിൽ ആവശ്യഘട്ടത്തിൽ ഡോക്ടറെ സമീപിക്കുക. ഇപ്പം അലോപീഷ്യ അല്ലെങ്കിൽ ഹെയർ ഫാൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൃത്യവും ഫലപ്രദവുമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും. എപ്പോഴാണ് പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണേണ്ടത്? പെട്ടെന്ന് വളരെയധികം മുടി കൊഴിയുമ്പം, തലയിൽ ഈ വട്ടത്തിൽ മുടി പോകുന്ന പാടുകൾ വരുമ്പോൾ, ചൊറിച്ചിലോ ഇൻഫെക്ഷനോ എന്നിവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തലയോട്ടിയിൽ ഡോക്ടറെ ഏറ്റവും പെട്ടെന്ന് കൊണ്ട് കാണിക്കേണ്ടതാണ്. മുടി കൊഴിച്ചിലിനെ അവഗണിക്കാതെ ശരിയായ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. ശരിയായ പരിചരണവും ആരോഗ്യകരമായ ജീവിതശൈലിയുമാണ് നല്ല മുടിക്ക് അടിസ്ഥാനം. നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും റിലാക്സ്ഡ് ആണ്, നിങ്ങൾ പ്രോപ്പർലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക.